ഫ്രൂട്ട്സ് വെറൈറ്റികളുമായി ഇവാലിൻ എക്സോട്ടിക് ഫ്രൂട്ട് ഫാം കൃഷിയിടത്തിൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 3 ഏക്കറിൽ നിറഞ്ഞു നിൽക്കുന്ന അനവധി ഫ്രൂട്ട്സുകളെയാണ്. ഇവാലിൻ എക്സോട്ടിക് ഫ്രൂട്ട് ഫാമിന്റെ ഓൾ ഇൻ ഓൾ ഡിബിൻ ഇവിടെ വന്നു. കുറേ വെറൈറ്റി ഫ്രൂട്ട്സ് അല്ലേ, പല പേരും പറയാൻ പോലും കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് പ്രേക്ഷകർക്കായിട്ടൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം അല്ലേ. ഇത് സീഡ്ലെസ് ലെമൺ ആണ് കേട്ടോ. നമുക്ക് ജ്യൂസ് ഒക്കെ അടിക്കാൻ പറ്റും. ലെമൺ അച്ചാറൊക്കെ ഇടാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. ഇവിടെ എനിക്ക് തോന്നുന്ന കുറെ ഹൈലൈറ്റ് എന്ന് പറയാൻ പലതരത്തിലുള്ള ജാക്ക് ഫ്രൂട്ട്സ്, ചക്കയുടെ കുറെ വകഭേദങ്ങൾ, അതും കുരു ഇല്ലാത്ത ചക്കക്കുരു ഇല്ലാത്ത കുരു ഒന്ന് ആലോചിച്ച് നോക്കി, അതൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ സപ്പോട്ട, പിന്നെ വരുന്ന നമ്മുടെ റംബുട്ടാനിൽ കുറെ വെറൈറ്റി ഉണ്ട് അല്ലേ. ഓക്കെ, പിന്നെ വരുന്നത് ഏതൊക്കെയാ നമ്മുടെ ചാമ്പകള്, പിന്നെ ഒരുപാട് വെറൈറ്റികൾ. ഇതൊക്കെ എവിടെ കളക്ട് ചെയ്യുന്ന ഇത്തരം വെറൈറ്റി? കുറെ ഓരോ സ്ഥലങ്ങളിൽ പോകും അങ്ങനെ കളക്ട് ചെയ്യും. ഓക്കെ, ഇതിനൊക്കെ സംരക്ഷണം താങ്കൾ ഒറ്റയ്ക്ക് തന്നെയാണ്? ഇടയ്ക്ക് ആൾക്കാരും പിന്നെ വീട്ടുകാർ നല്ല സഹകരണം. ഇത് പ്ലാവ് വരുന്നത് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും? നാടനാണ്. ആദ്യമായിട്ടാണ് നാടൻ പ്ലാവ് കാണുന്നത്. ഒക്കെ എല്ലാം ഒരു വെറൈറ്റി നമ്മൾ കർണാടക വെറൈറ്റികളുണ്ട്, അതും നാടൻ പ്ലാവ് തന്നെയാണ്. ഓക്കെ, ഇതൊക്കെ എത്ര വർഷം എടുക്കും കായ്ക്കാൻ? ഇതൊരു 5 വർഷത്തിന് എടുക്കും. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ മറ്റ് വെറൈറ്റി ഇപ്പോ ഏർലി, വിയറ്റ്നാമി ഏർലി, സൂപ്പർ ഏർലി, അതൊക്കെ എല്ലാം ഉണ്ട്. പക്ഷെ സൂപ്പർ ഏർലിക്ക് ഫംഗസ് രോഗം കൂടുതലാണ്. ഇതാണെങ്കിൽ പ്രതിരോധ ശേഷി ഉണ്ടാവും നമ്മുടെ നാട്, കൂടുതൽ ചക്കകളും ഉണ്ടാവും. ഇത് വരുന്നത് എന്താ? സ്പ്രിംഗ് പേര അല്ലേ? ഓ, പക്ഷെ പേരയുടെ ഇല പോലെ ഇല്ല, ചെറിയൊരു തരല്ല. കായ ഉണ്ടായിട്ടുണ്ടല്ലോ ഇതില്. ഓക്കെ, കായ ഇങ്ങനെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ. എന്താ ഇതിന്റെ പ്രത്യേകത? ഒരു ലീഫിന്റെ വെറൈറ്റി. പക്ഷെ പേരയ്ക്ക് പോലെ തന്നെ അങ്ങനെ ഉണ്ടായി വരുന്നേ ഉള്ളൂ, ചെറുതായിട്ട് ഉണ്ടായി വരുന്നുണ്ട്. ഇത് വെസ്റ്റ് ഇന്ത്യൻ ചെറിയ മധുരമുള്ള വെറൈറ്റി. ഓക്കെ, ചെറി ആണല്ലേ? ചെറി. പണ്ട് കാലത്ത് ഒരു പുളിയുള്ള ചെറിയ ഉണ്ടായിരുന്നല്ലോ, അതിന്റെ മധുരമുള്ളത്. ഇതൊക്കെ പൂട്ട് തുടങ്ങിയിട്ടുള്ളൂ. ഈ പ്ലാവ് ഏതാ? J33 മലേഷ്യൻ പ്ലാവാണ്. നല്ല രസമാണ്, ടേസ്റ്റ് ആണ്. ഇതെങ്ങനെ അറിയാൻ പറ്റും ഓരോ പ്ലാവും ഇങ്ങനെ ഒരു വ്യത്യാസം? ഇലകൾക്കും കാര്യങ്ങൾക്കൊക്കെ വ്യത്യാസം വരും. ഒരു ഡയമണ്ട് ഷേപ്പിലായിട്ട് വരും. ഓ, ഇല ഒരു ഡയമണ്ട് ഷേപ്പ് ആയിരിക്കും. ഇത് വരുന്നത് കംബോഡിയൻ പ്ലാവ് അല്ലേ? കംബോഡിയൻ പ്ലാവ്. ഇത് രണ്ടും കംബോഡിയൻ പ്ലാവ്. ഒരു ബ്ലാക്ക് കളറിലേക്ക് വരും. ബ്ലാക്ക് കളറാവും. ചോളയെല്ലാം ഓറഞ്ച് കളർ. നല്ല മധുരമാണ്. ഇത് മറ്റൊരു പ്ലാവ് അല്ലേ? ഇതിന്റെ പേരെന്താ? നങ്കിടാക്ക്. ഓക്കെ, എന്താ ഇതിന്റെ പ്രത്യേകത? കൂഴച്ചക്കയും വരിക്കച്ചക്കയും മിക്സ്. അപ്പൊ അതെങ്ങനെയാ ഡെവലപ്പ് ചെയ്തെടുത്തേ? ഇതും ഒരു ചക്ക തന്നെ പ്ലാവ്. ഇതേത് വെറൈറ്റി? അതിന്റെ വേറൊരു ഭേദം. ഓക്കെ, ഇതെന്താ മധുരമാണോ? ചക്ക നല്ല മധുരമായിരിക്കും. ഇതെന്താന്ന് പറയാം? വൈറ്റ് ഞാവൽ. ഇത് വൈറ്റ് ഞാവൽ അല്ലേ? ഇതിന് ഞാവലിന്റെ എത്ര വെറൈറ്റി ഉണ്ട് ഇവിടെ? ഇവിടെ 2 വെറൈറ്റി, വൈറ്റും ബ്ലാക്കും. ഇതിനെ നമ്മൾ വാഴയും ചെയ്യുന്നുണ്ട്. ഇതൊരു വലിയ ചക്കയാണല്ലോ. നാടൻ പ്ലാവ്. ഇതിപ്പോ എത്ര കിലോ ഉണ്ടാവും? ഒരു 10 കിലോ. 10 കിലോ. അപ്പൊ എനിക്ക് ഇതിലും വലുതാവോ ഇനി? അല്ല, ഇതിന്റെ ഒപ്പം ഉണ്ടായിരുന്നു 2 ചക്കകൾ ഇട്ടുണ്ടായിരുന്നു. ഇപ്പൊ ശരിക്കും ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഒരു സീസൺ സ്റ്റാർട്ടായി. അതേ കണ്ടോ, കായ വരുന്നുണ്ട് അല്ലേ? ഇത് എത്ര ദിവസം കൊണ്ട് പാകാവും? 28 ദിവസം. ഇത് പുലാസാൻ. ഈ പുലാസാനില് വേറൊരു പ്രശ്നം വരുന്നത് പേട്ടുകായും വരാറുണ്ട് ചില വെറൈറ്റിക്ക്. ഇതൊരു റംബുട്ടാന്റെ വകഭേദമാണ്. സ്വീറ്റ് ആണ്. ഇത് കണ്ടോ, റംബുട്ടാനൊക്കെ ഇങ്ങനെ വലയിട്ട് നിർത്തിയിരിക്കുകയാണ്. നിറയെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ആയിട്ടില്ല. പക്ഷികളൊക്കെ വന്ന് ഇങ്ങനെ ഒക്കെ പൊട്ടിട്ട് പോകും. അപ്പൊ അതിന് വേണ്ടിട്ട് ഇങ്ങനെ ഫുൾ വലയിട്ട് ഇങ്ങനെ സംരക്ഷിച്ചിരിക്കുക. ഇതൊരു വെറൈറ്റി റംബുട്ടാൻ അല്ലേ? ഇതിന്റെ പ്രത്യേകത എന്താ? ഇത് റോങ് റിയാൻ. പിന്നെയും പച്ചയ്ക്ക് തന്നെ മധുരമായി തുടങ്ങും. പച്ചയ്ക്ക് തന്നെ മധുരം. കുറെയൊക്കെ പച്ചയാണ്. ഇതൊക്കെ ആയിട്ടുണ്ട് അല്ലേ? കുറെ റെഡ് കളർ. ഇത് കഴിക്കാൻ പറ്റും. ഇത് സപ്പോട്ട അല്ലേ? സപ്പോട്ട. ഇതിന്റെ പ്രത്യേകത എന്താ? ജംബോ സപ്പോട്ട. ഒരു 200-250 ഗ്രാം വരും. ഉള്ളില് നല്ല റെഡ് ആയിട്ടാണ്. റെയിൻ ഫോറസ്റ്റ് പ്ലം. ഇതിന്റെ പ്രത്യേകത എന്താ? ഇതൊരു ചെറിയ പ്ലം ആണ്, പക്ഷെ മഴക്കാലത്താണ് കൂടുതൽ ഉണ്ടാവുക. ഇപ്പൊ ഇതിങ്ങനെ കായൊക്കെ അല്ല, ഇത് ചെറിയ പൂവായി വരുന്നതാണ്. ഇതൊക്കെ ഇയർലി വൺസ് അല്ല, ഇത് 2-3 തവണ നമ്മൾ നനച്ച് കൊടുക്കുകയാണെങ്കിൽ നേരിട്ട് കഴിക്കും. ഇതെന്താ? റൊളീനിയ. ഓക്കെ, ഒരു 2 കിലോളം വലുപ്പം വരാറുണ്ട് ഫ്രൂട്ട്. ഒരുപാട് സ്വീറ്റ് അല്ല, നമ്മുടെ ഒരു സീതാമണി അതിന്റെ ഒരു ക്രീമി ആയിട്ടാണ്. പക്ഷെ മധുരം ഒരുപാടില്ല. ഒരു കുറച്ചുകൂടി നല്ല വലുപ്പം, നല്ല വലുപ്പമായിട്ട് നല്ല ഗ്രീൻ ആവും. ഇത് തായ്ലാൻഡ് സ്വീറ്റ് ലൂബി. സാധാരണ ലൂബി ഒരു പുളിയാവും, ഇത് നല്ല മധുരമാണ്. ഇതിന്റെ എത്ര വെറൈറ്റി ഉണ്ട് ഈ ലൂബിയുടെ? ഇതില് ഇവിടെ 3 വെറൈറ്റി ഉണ്ട്.
ഇതാണ് ഏറ്റവും നല്ല വെറൈറ്റി. കുറച്ച് വലുപ്പം വെക്കും. വലുപ്പം വെച്ചിട്ട് നന്നായിട്ടുണ്ടാവും. സ്വീറ്റ് ആയിരിക്കും നന്നായിട്ട്. ഇത് ബ്ലാക്ക് സപ്പോർട്ട്. ഓ, ഉള്ളില് ചോക്ലേറ്റ് കളർ ആയിരിക്കും. ഓക്കെ. ടേസ്റ്റും പക്ഷെ അത്ര മധുരമില്ല. അതുപോലെ ആയിട്ട് ശരിക്കും മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്നത് ഫ്രൂട്ട്സേ നമ്മുടെ ക്ലൈമറ്റിലൊക്കെ നന്നായിട്ടുണ്ടാവും. എങ്ങനെയാണ് ഉണ്ടാവുന്നുണ്ട് അല്ലേ? സാധാരണ മാത്രമാണ് ഇവിടെ ഉണ്ടാവാത്തത്. ബാക്കിയെല്ലാം നമ്മുടെ ഓക്കെയാണ്. ഇതേതാ പ്ലാന്റ്? സിൽദാർത്ത് ചെറി. വളരെ ചെറിയൊരു ചെറിയ അല്ലേ? സിൽദാർത്ത് ചെറി. ഇതിന് നിറയെ ഉണ്ടാവോ? കഴിഞ്ഞാണ്. അപ്പൊ ശരിക്കും ദിൽബിൻ എത്ര വർഷമായി ഇങ്ങനെ ഫ്രൂട്ട്സിനോടൊക്കെ ഇങ്ങനെ ഒരു 8-9 വർഷമായി? എന്നിട്ട് അതിനുള്ളിൽ തന്നെ ഒരു 300ഓളം വെറൈറ്റി ഇവിടെ കളക്ട് ചെയ്തു. പക്ഷെ ഒരുപാട് മോശം വെറൈറ്റികളുണ്ട്, അത് കട്ട് ചെയ്ത് കളയാണ്. എങ്ങനെയാ അപ്പൊ ഇതിന്റെ ഒരു രോഗപ്രതിരോധം അല്ലെങ്കിൽ കെയറിംഗ് ഒക്കെ എങ്ങനെയാണ്? സാധാരണ പോലെ തന്നെ. നമ്മൾ വേറെ വെറൈറ്റി ഒക്കെ ആവുമ്പോ അത്ര അങ്ങനെയൊന്നുമില്ല, സാധാരണ പോലെ പ്രതിരോധ ശേഷിയൊക്കെ കുഴപ്പമില്ല. ഇതെന്താ ചെയ്യാൻ നിങ്ങൾ ശരിക്കും ഒരു വിപണിയൊക്കെ എങ്ങനെയാണ് വരുന്നത്? നമ്മള് വിപണി ഇവിടെ തന്നെ ഉണ്ട്, പിന്നെ തൈകളുടെ ഉത്പാദനം ഉണ്ട്. അതൊക്കെ അവിടെ ബഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ബഡ് ചെയ്തിട്ട് കൊടുക്കും. ഇതെന്താ ഇതിന്റെ പ്രത്യേകത? മൗണ്ടൻ സോർ സോപ്പ് എന്ന് പറയും. ഓക്കെ. പക്ഷെ അത് നന്നായിട്ട് ഉണ്ടാവും, കാണാനുള്ള ഒരു ഭംഗിയാണ് കൂടുതൽ. ഞാൻ കഴിച്ചിട്ട് കൊണ്ടുവന്നത് തന്നെയാണ്. ഇത് സ്വീറ്റ് ലൂബി ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധാരണ മുള്ളുള്ള സ്വീറ്റ് ലൂബിയുടെ തൈകള്. സീസൺ ശരിക്ക് ഒരു സെപ്റ്റംബർ ഡിസംബർ എല്ലാത്തിലും പിന്നെ ഓരോ സമയത്ത് ഓരോ ഫ്രൂട്ട്സുകളാണ് ഉള്ളത്. നല്ല ചാമ്പയ്ക്കാണ്, തായ്ലാൻഡ് ചാമ്പയാണ്, ഉമ്മർ ചാമ്പ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇത് ലിപ്പോട്ടാണ്, വൈൻ ഉണ്ടാക്കാനാണ് ഏറ്റവും നല്ലത്. ചെറിയൊരു ഞാവൽപ്പഴത്തിന്റെ പോലെ, അധികം വലുപ്പമൊന്നുമില്ല. ഇതെല്ലാം പപ്പായ ഈ ഒരു സ്ഥലം മുഴുവൻ അല്ലേ? ഓക്കെ. ഇതെന്താ? റെഡ് ലേഡി പപ്പായ. എന്താ ഇതിന്റെ പ്രത്യേകത? പ്രത്യേകത നല്ല പപ്പായാണ്, നല്ല പപ്പായ. സ്വീറ്റ് ആണ്, വലുതാണ്. തായ്ലൻഡ് പിങ്ക് പേര. തായ്ലൻഡ് പിങ്ക് പേര അല്ലേ? ഓക്കെ. നിറയെ ഉണ്ടാവും അല്ലേ? ഇങ്ങനെ ചെറിയ ഇതിൽ തന്നെ നിറയെ ഉണ്ടായിട്ടുണ്ട്. ഇത് സീഡൊക്കെ ഉള്ള സാധാ. അതെ. ഇത് ജപ്പാൻ പേര, നല്ല സ്വീറ്റ് ആണ്, അധികം സീഡൊന്നുമില്ല, സീഡ് കുറവാണ്. ഇതേതാ പ്ലാന്റ്? ഇത് റൂബി ലോങ്ങൻ. റെഡ് വെറൈറ്റി ആണ് ലോങ്ങനില്, പക്ഷെ ഫ്ലഷ് കുറവാണ്, സീഡ് വലുപ്പം കൂടുതലാണ്. ഇത് സ്വീറ്റ് അമ്പഴം. അമ്പഴങ്ങയിൽ തന്നെ നന്നായിട്ട് ഉണ്ടാവും, ചകിരിനാരില്ല. നല്ല വലുപ്പം വയ്ക്കും ഇത്. സാധാരണ അമ്പഴങ്ങ വലുപ്പം. ഇത് ജപ്പാൻ കുരുമുളകാണ്, അത്ര എരിവ് കുറവാണ്. പക്ഷെ ഇത് നന്നായിട്ട് തേനീച്ചകൾക്കും ഇതിനൊക്കെ പരാഗണം നടത്താൻ ഇഷ്ടംപോലെ വരും. ഇത് വൈറ്റ് ലോങ്ങൻ. ലോങ്ങനില് അത്യാവശ്യം നല്ലൊരു ലോങ്ങനാണ് വൈറ്റ് ലോങ്ങൻ. ഇത് റെഡ് സീതപ്പഴമാണ്, നല്ല സ്വീറ്റ് ആണ്, നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും. ഇത് വൈറ്റ് സപ്പോട്ടയാണ്, നമുക്ക് ചെറുതായിട്ട് കായകൾ കിട്ടുന്നുള്ളൂ, പക്ഷെ കൊഴിഞ്ഞു പോകുന്നുണ്ട്. ഇത് സബ് ട്രോപ്പിക്കലാണെന്ന് തോന്നുന്നുണ്ട്. ഇത് റെയിൻബോ കരിമ്പ്, സാധാരണ കരിമ്പ് പോലെ തന്നെയാണ്, സ്വീറ്റും കാര്യങ്ങളൊക്കെയാണ്, പക്ഷെ അത്യാവശ്യം കാണാനുള്ള ഒരു ഭംഗിയാണ്. ഇവിടെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ ഇതിലൊക്കെ ഇതിന്റെ സിറപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. ഇത് സീഡ്ലെസ് പ്ലാവ്, കുരുക്കളൊന്നുമില്ല, അത്യാവശ്യം നമുക്ക് കട്ട് ചെയ്ത് ടേബിളിൽ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് കഴിക്കാൻ പറ്റും. ഇത് ബക്കിപ്പാരി ബറാബ, അതിന്റെ ഒരു വേറൊരു വകഭേദമാണ്. പുളിയാണ്, പുളി മധുരം കലർന്നിട്ടുള്ള ടേസ്റ്റ് ആണ്. ഇതിനൊരു കുനുപ്പുണ്ടെന്ന് മാത്രം, ബറാബയ്ക്ക് ആ കുനുപ്പില്ല, പുളി കലർന്ന മധുരം. ഇത് നമ്മുടെ നാടൻ മാവാണ്, തൊലയപ്പം മാവ്, നിറച്ച് ഉണ്ടാവും. ഇത് ഇന്തോനേഷ്യൻ പപ്പായ, നമ്മുടെ റെഡ് ലേഡിയുടെ മാത്രം എത്തില്ല, പക്ഷെ കുഴപ്പമില്ല. പക്ഷെ അതിന്റെ ഷേപ്പ് വേറെ കളറാണ്, സ്വീറ്റ് തന്നെയാണ്. സ്വീറ്റ് ആണ്. ഇത് നമ്മൾ കുറച്ച് മുൻപ് കഴിച്ച അതിന്റെ കുറച്ച് വലുതല്ലേ? വലുത്. ഇതിന്റെ പേരെന്താ? അച്ചാച്ചെറു. അച്ചാച്ചെറു. ഓക്കെ. ഇതിന്റെ പ്രത്യേകത എന്താ? പ്രത്യേകത വളരെ നല്ല ഫ്രൂട്ടാന്ന് പറഞ്ഞിട്ടാണ് നമ്മളിതൊക്കെ വാങ്ങി വെച്ചിട്ടുള്ളത്. ഇത് ടേസ്റ്റ് ഇല്ലാത്തൊരു ഫ്രൂട്ടാണ്. ടേസ്റ്റ് ഇല്ലാത്തല്ല, ഒരു പുളിയാണ് കൂടുതൽ. ഇത് കൊക്കോപ്ലം. നമുക്ക് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റുകളും കാര്യങ്ങളൊന്നും ഇല്ല, ഒരു വെണ്ണയ്ക്ക് കഴിക്കുന്ന പോലെ പ്രത്യേകിച്ച് ഒരു വികാരമൊന്നും തോന്നില്ല. ഇത് പാകിസ്ഥാൻ മൾബറി എന്നൊക്കെ പറയും, ലോങ് മൾബറി. അങ്ങനെ പാകിസ്ഥാൻ ലോങ് മൾബറി. പക്ഷെ നല്ല സ്വീറ്റ് ആണ്. ഇത് നമ്മുടെ ബേറാപ്പിൾ. ഓക്കെ. ഇതെന്താ പ്രത്യേകത? ഇതിന് പ്രത്യേകത നമ്മളൊരു ചെറിയ പച്ചാപ്പിളൊക്കെ കഴിക്കുന്നതിന്റെ ഒരു ടേസ്റ്റ് ആയിട്ട്. ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇപ്പൊ നന്നായിട്ടുണ്ടാവും. ഇവാലിൻ എക്സോട്ടിക് ഫ്രൂട്ട് ഫാമിലെ വെറൈറ്റി ഫ്രൂട്ട്സിന്റെ കാഴ്ചകളാണ് നമ്മൾ ഇതുവരെ കണ്ടത്. നമുക്ക് ഇതൊക്കെ പരിചയപ്പെടുത്തി തന്നത് ഡിബിനാണ് അല്ലെ? ഡിബിനാണ് ഇതൊക്കെ കൊണ്ട് നടക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇതുപോലെയുള്ള സ്റ്റാൻഡുകൾ. ഇത് എന്തിനുള്ളതാ? നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട്. ഓക്കെ. ഡ്രാഗൺ ഫ്രൂട്ട് വളർത്താനുള്ള, പാഷൻ ഫ്രൂട്ട്, അപ്പൊ ഇതൊക്കെ വേണമെങ്കിൽ ഇവിടെ ബന്ധപ്പെടാവുന്നതാണ്. ഇവരുടെ ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് പേജിലൊക്കെ ആക്സസ് ഉണ്ട്. ഇവാലിൻ എക്സോട്ടിക് ഫ്രൂട്ട് ഫാം.
അപ്പോൾ ഇത്തരം ഇതൊക്കെ നമുക്കിവിടെ സെയിലുണ്ട്, എല്ലാവരും വന്ന് ഇതൊക്കെ വാങ്ങിക്കുക. നമുക്ക് കുറേ തൈകളൊക്കെ ഉണ്ട് അല്ലേ, ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനുള്ള അവസരം ഇവിടെ ഉണ്ട്. ഒപ്പം ഒരുപാട് വെറൈറ്റി ഫ്രൂട്ടുകൾ, ടേസ്റ്റുള്ള ഫ്രൂട്ട്സ് ഉണ്ട്, നല്ല മധുരം പുളി എല്ലാം ഉള്ളതുണ്ട്. അതൊക്കെ ഇങ്ങനെ നാവിലിപ്പോഴും നിൽക്കുക. അപ്പോൾ എല്ലാം ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യവും ഇവിടെ ഡിവിൻ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും വളരെ നന്ദി നമുക്ക് ഇത്രയും വെറൈറ്റി ഫ്രൂട്ട്സ് ഒക്കെ പരിചയപ്പെടുത്തി തന്നതിന്. ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു കൃഷിയുടെ കാഴ്ചയുമായി വീണ്ടും കാണാം. നമസ്കാരം.